ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും എന്നുള്ള വാഗ്ദാനം ഉറപ്പ് അവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പദയാത്ര. നമ്മുടെ MLA പറയുന്നത് ഇവിടെ വലിയ വികസനം കൊണ്ടുവന്നു എന്നാണ്. സർക്കാർ പറയുന്നത് കോടികളുടെ വികസനം കൊണ്ടുവന്നതാണ്. പക്ഷേ ദാഹജലം കിട്ടാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. രണ്ട് മാസം മുമ്പാണ് മെഡിക്കൽ കോളേജിൽ ഒരു കുഞ്ഞ് മരിച്ചപ്പോൾ അവിടെ പോയി സമരം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിൽ തീപിടുത്തമാണ്. ICUവിൽ തീപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICUവിൽ ആരാ കിടക്കുന്നത്? വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അവരെ തീപിടിക്കുക, ആ ICUവിൽ തീപിടിക്കുന്നു. അങ്ങനെ ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ്. ഇതാണ് നമ്മുടെ മണ്ഡലത്തിൻ്റെ അവസ്ഥ. നമസ്കാരം. തലസ്ഥാനത്ത് അങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂട് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയേക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പ് ചൂട് ആത്യന്തികമായി മുൻപിലെത്തി നിൽക്കുകയാണോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരികയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥി മുൻ കേന്ദ്രമന്ത്രിയായ V മുരളീധരനാണ്. CPMൻ്റെ കടകംപള്ളി സുരേന്ദ്രനും. ഇനി അറിയേണ്ടത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും നിലവിലിപ്പോൾ CPMൻ്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു, കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. V മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും പ്രചരണത്തിൽ സജീവമാണ്. നമ്മളിപ്പോൾ ഉള്ളത് V മുരളീധരനൊപ്പമാണ്. അദ്ദേഹം ഇപ്പോൾ പ്രചരണത്തെക്കുറിച്ചും ഈ കഴക്കൂട്ടം മണ്ഡലം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ചർച്ചയാവുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം തന്നെ ഇപ്പോൾ മറുനാടനോട് വിശദീകരിക്കുകയാണ്. ഇന്നിപ്പോൾ തുടങ്ങി. ഇന്നലെ വൈകുന്നേരമാണ് പ്രഖ്യാപനം നടന്നത്. നേരത്തെ തീരുമാനിച്ച പ്രകാരമുള്ള പദയാത്ര ആയിരുന്നു ഇന്നലെ. അടുത്ത 10 ദിവസം ഈ മണ്ഡലത്തിലെ 28 വാർഡുകളും സഞ്ചരിച്ചുകൊണ്ട്, കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് ആ പ്രദേശങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും എന്നുള്ള വാഗ്ദാനം ഉറപ്പ് അവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പദയാത്ര. ഈ കഴക്കൂട്ടത്ത് പ്രധാനമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഇന്നലെയൊക്കെ പോയപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ MLA പറയുന്നത് ഇവിടെ വലിയ വികസനം കൊണ്ടുവന്നു എന്നാണ്. സർക്കാർ പറയുന്നത് കോടികളുടെ വികസനം കൊണ്ടുവന്നതാണ്. പക്ഷേ ദാഹജലം കിട്ടാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ആ ദാഹജലമെങ്കിലും കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ബാക്കി വികസനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ചെറുതാണോ വലുതാണോ? എല്ലാവരും വലിയ വലിയ ആൾക്കാർ തന്നെയാണ്. ആ വലിയ വലിയ ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് അവരോട് ഏറ്റുമുട്ടിയിട്ട് ജയിക്കണം എന്നുള്ള താല്പര്യം ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മറ്റുള്ളവരുടെ എല്ലാവരുടെയും അവരുടെ ഇടം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലത്തെ സംബന്ധിച്ച് പ്രധാനമായുള്ള വിഷയം എന്താണ് ജനങ്ങൾ അനുഭവം? മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാനിപ്പോൾ പറഞ്ഞ കുടിവെള്ളം. മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് തൊഴിലില്ലായ്മ. കാരണം ധാരാളം ആൾക്കാർ പുറത്തുപോയി പഠിക്കേണ്ടി വരുന്നു, ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നു. റോഡുകളുടെ അവികസിതാവസ്ഥ, ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നം കുടിവെള്ളമാണ്. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ദാഹജലം കിട്ടാനില്ല. അതിൽ ജനങ്ങൾ വലയുക. ഈ പ്രചരണത്തിന് സമയവും ദിവസവും കുറവാണോ? അല്ലല്ല, എല്ലാ തെരഞ്ഞെടുപ്പിലും 24 ദിവസമാണ് കിട്ടുന്നത്. ഇപ്രാവശ്യം 24 ദിവസമുണ്ട്. സംതൃപ്തനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്ന സമയത്തിനുള്ളിൽ ജനങ്ങളുടെ ഇടയിൽ എത്തുക. പിന്നെ എന്നെ സമയത്തോളം ഞാനിപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്നതല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ഞാൻ എത്രയോ കാലമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. 2 മാസം മുമ്പാണ് മെഡിക്കൽ കോളേജിൽ ഒരു കുഞ്ഞ് മരിച്ചപ്പോൾ അവിടെ പോയി സമരം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിൽ തീപിടുത്തമാണ്. ICUവിൽ തീപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICUവിൽ ആരാ കിടക്കുന്നത്? വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അവരെ തീപിടിക്കുക, ആ ICUവിൽ തീപിടിക്കുന്നു. അങ്ങനെ ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ്. ഇതാണ് നമ്മുടെ മണ്ഡലത്തിൻ്റെ അവസ്ഥ. എന്തുമാത്രം വിജയപ്രതീക്ഷ? 100%. കേരളത്തിൽ BJP സീറ്റ് എത്ര പ്രതീക്ഷിക്കുന്നു? BJP വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഭരണത്തിൽ വരും. ഓക്കെ. എന്തായാലും കഴക്കൂട്ടം മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. മുൻ കേന്ദ്രമന്ത്രിയായ ശ്രീ V മുരളീധരൻ അതിശക്തമായ പ്രചരണമാണ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. പ്രധാന വിഷയങ്ങൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് നിരവധി വിഷയങ്ങളുണ്ട്. അതായത് കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും
പ്രചരണം എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അതേസമയം തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. സ്ഥാനാർത്ഥി പട്ടികയൊന്നും തന്നെ പുറത്തു വരാത്ത സാഹചര്യത്തിൽ അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും വി മുരളീധരനും എതിർപക്ഷത്തുള്ള കടകംപള്ളി സുരേന്ദ്രനും എന്തായാലും പ്രചരണത്തിൽ സജീവമായി തന്നെ ഉണ്ട്, കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ഇനി എന്തായാലും നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 20-23 ദിവസം മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ. സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് വലിയ ആവേശത്തിലാണ്. എ ക്ലാസ് മണ്ഡലങ്ങളിൽ പെടുന്ന ഒന്നാണ് കഴക്കൂട്ടം, അതുകൂടാതെ വട്ടിയൂർക്കാവ്, നേമം എന്നിവയെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് ഇപ്രാവശ്യം വളരെ വലിയ ചടുല നീക്കമാണ് അവർ ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഈ ഒരു കേരളം പിടിക്കുവാനുള്ള സജ്ജീകരണങ്ങളും എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ച ഒരാൾ തന്നെയാണ് വി മുരളീധരൻ. ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.